അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും ശ്രീസോണിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ അതിൻ്റെ യൂസ് നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് വീട്ടിൽ ഒരു വാഹനം പോലും ഇല്ലാത്ത ഒരു വീട് പോലും കാണത്തില്ല. ഇത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ ചിലവാണ് ഇത് പുതിയ കണക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തരുന്നത്. വെറും 25 രൂപ ചിലവിൽ തമിഴിന് കൊടുത്തിരിക്കുന്ന കണക്ക് തന്നെ വെറും 25 രൂപ ചിലവിൽ നമ്മുടെ വീട്ടിലുള്ള വാഹനം പുത്തൻ കണക്കാക്കണ ഒരു പ്രൊഡക്റ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം മാക്സിമം സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു പ്രൊഡക്റ്റാണിത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ പ്രൊഡക്റ്റിന് പരിചയപ്പെടുത്താൻ വേണ്ടിയുള്ള വണ്ടി ഇത് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. എവരെയാണ് നമ്മളിന്ന് പുത്തനാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിന്ന് പരീക്ഷണ വസ്തുവാക്കാൻ പോകുന്നത്. നമ്മുടെ സ്പ്ലെൻഡർ ചേർക്കാൻ ഏകദേശം 10 കൊല്ലത്തോളം പഴക്കമുള്ള വണ്ടിയാണ്. അതിൻ്റേതായ പെയിൻറ്റിൽ ചെറിയ ഫെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത്. പിന്നെ അത്യാവശ്യം ലോക്കൽ ഓട്ടോകളെ കൊണ്ടുപോകുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ പറ്റി കുളമായിട്ട് ഇരിക്കുകയാണ് വണ്ടി. അപ്പോൾ ഈ വണ്ടി ചെറുതായിട്ട് മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉടമസ്ഥന്. അപ്പം അതിൻ്റെ മോഡിഫിക്കേഷൻ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇവനെ ആദ്യം ഒന്ന് വാഷ് ചെയ്ത് കുളിച്ച് കുട്ടപ്പനാക്കണം. എന്നിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മൾ പറഞ്ഞ 25 രൂപ ബഡ്ജറ്റിൻ്റെ 2 പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതാണ് വണ്ടി കഴുകുന്ന ഷാമ്പു. അത്യാവശ്യം നമ്മുടെ ലോക്കലായിട്ടുള്ള എല്ലാ കടകളിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ വണ്ടി കഴുകുന്ന ഈ ഷാമ്പു. കൂടുതലും ആൾക്കാർ നമ്മുടെ തല കഴുകുന്ന ഷാമ്പു ഇട്ട് വണ്ടി കഴുകുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ വണ്ടി കഴുകുന്ന ഷാമ്പു ഇട്ട് മാത്രം വണ്ടി കഴുകാൻ ശ്രമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ഓയിലിൻ്റെ അംശമുണ്ട്. അതുകൊണ്ട് നമ്മുടെ വണ്ടി അത്യാവശ്യം കഴുകി കഴിഞ്ഞാലും നല്ല നീറ്റായിട്ട് ഇരുന്നോളും. മറ്റേത് നമ്മുടെ തല കഴുകുന്ന ഷാമ്പു ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വണ്ടി ഡ്രൈ ആവും. അത്യാവശ്യം വെയിലത്തെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെയിൻറ്റ് ഫെയ്ഡ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം വണ്ടി കഴുകുന്ന ഷാമ്പു ഇട്ട് മാത്രം വണ്ടി കഴുകുക. അത് ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല കേട്ടോ. അടുത്തയാണ് നമ്മുടെ മെയിൻ സാധനം ഇൻസ്റ്റാ ഷൈൻ. നമ്മുടെ ഇതും ലോക്കലായിട്ടുള്ള എല്ലാ മാർക്കറ്റുകളിലും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ ഇൻസ്റ്റാ ഷൈൻ എന്ന് പറഞ്ഞ ഈ പ്രൊഡക്റ്റ്. ഞാൻ ഉപയോഗിച്ച് 100% സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ഇൻസ്റ്റാ ഷൈൻ. എൻ്റെ വണ്ടിയിൽ ഉപയോഗിച്ച് കിടിലുമാണ് കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല, മാരകമായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ സാധനമാണ് ഇൻസ്റ്റാ ഷൈൻ. മോട്ടോമാക്സ് എന്ന ബ്രാൻഡിൻ്റെയാണ് കേട്ടോ. ഇതും ഒരുപാട് ബ്രാൻഡിൽ അവൈലബിൾ ആണ്. പക്ഷേ ഇതിലാണ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. നമ്മളൊരു പ്രൊഡക്റ്റ് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് ഒരു പരസ്യം പോലെ പരിചയപ്പെടുത്തിയൊരു കാര്യമില്ല. നമ്മളത് ഉപയോഗിച്ചിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്, ഞാനും ഓക്കെയാണ്. അതിൻ്റെ പേരിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത്. അപ്പം നമുക്ക് ആദ്യം വണ്ടി കഴുകണം. വണ്ടി കഴുകി കുട്ടപ്പനാക്കിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യേണ്ടത്. വണ്ടി കഴുകാതെ ഇട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടിയിൽ നല്ല രീതിയിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് ഉരച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വീണ്ടും സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം വണ്ടി കഴുകി കുട്ടപ്പനാക്കിന് ശേഷമാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി കഴുകുന്ന വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷാമ്പു ഉപയോഗിച്ച് വണ്ടി നല്ല ഡീറ്റെയിൽ ആയിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ വണ്ടിയുടെ പൊടിയും കാര്യങ്ങളൊക്കെ നീ നല്ല രീതിയിൽ വണ്ടി നല്ല നിറം വെച്ചാണൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിക്കകത്ത്. അതൊക്കെ ഒന്ന് പോയിട്ട് വേണം നമുക്കിനി പോളിഷ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇവയെ നീ ഒന്ന് ഉണങ്ങട്ടെ കേട്ടോ. ഉണങ്ങിയതിന് ശേഷം നമുക്കിനി പോളിഷ് അപ്ലൈ ചെയ്യാം. 1 hour later. അപ്പോൾ നമ്മുടെ മോട്ടോമാക്സിൻ്റെ നമ്മുടെ പോളിഷ് അപ്ലൈ ചെയ്യാം. പിന്നെ ഇതിൽ സ്പോഞ്ച് വരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെയാണ് ആ ലിക്വിഡും വരണത്. അപ്പോൾ നമുക്ക് നേരെ വണ്ടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നേരെ ടാങ്കിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തപ്പോൾ തന്നെ കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ കളർ കയറി വരുന്നുണ്ട്. ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ റൗണ്ട് ചെയ്ത് വേണം അപ്ലൈ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടാങ്കിൽ പിടിക്കും. എൻ്റെ പൊന്നെ നോക്കടാ, നല്ല രീതിയിൽ കളർ കയറി വരുന്നുണ്ട് കേട്ടോ. ഇനി ഫുള്ളായിട്ട് നമുക്ക് ടാങ്കിൽ അപ്ലൈ ചെയ്യാം. നോക്കിയടാ, നല്ല രീതിയിൽ കളർ കയറി വരുന്നുണ്ട് കേട്ടോ. വണ്ടി എങ്ങനെയാണോ ഷോറൂമിൽ നിന്ന് മേടിച്ചത് ഏകദേശം ആ ടൈപ്പ് കളറായി. മോനെ കൊള്ളാം, പുള്ളി സാധനം. ഇനി വണ്ടിയിൽ ഫുള്ളായിട്ട് നമുക്ക് പോളിഷ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ലുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പോളിഷ് ഇട്ട് നല്ല രീതിയിൽ വണ്ടി പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തന്നെ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കണ കണ്ടീഷൻ ആയിട്ടുണ്ട്. ഫുള്ള് നല്ല ബ്ലാക്ക് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി, രക്ഷയില്ല, എജ്ജാതി പ്രൊഡക്റ്റ് കേട്ടോ. ഇതൊക്കെ നല്ല രീതിയിൽ നരച്ച് കുറച്ചൊക്കെ ഇരുന്നതാണ്. ഇപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ എറിച്ച് കയറി വരണം. അത്യാവശ്യം വണ്ടിയിൽ ഒരു ഓയിൽ പോലൊരു മയമുണ്ട് കേട്ടോ. ഒരു കോട്ടൺ തുണിയും കൂടെ ഉപയോഗിച്ച് നല്ല രീതിയിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. തുടച്ചുകൊണ്ട് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓക്കെ ആയി. പിന്നെ ഇതിനൊരു പ്രൊഡക്റ്റിൻ്റെ പോരായ്മ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഏകദേശം 2-3 ആഴ്ച ഇത് നമ്മുടെ ലോക്കൽ ഓട്ടത്തിനും കാര്യങ്ങളും കൊണ്ടുപോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ പൊടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ വണ്ടിയിൽ ഉപയോഗിച്ചപ്പോൾ അത് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ 2-3 ആഴ്ച കൂടുമ്പോഴത്തേക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് തുടച്ച് കൂടി തന്നെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ വണ്ടി ഒന്ന്
പോളിഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ തുണി ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ തുടച്ചെടുക്കും വേണം. നമ്മൾ സീറ്റിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. സീറ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വണ്ടി കൊടുക്കുമ്പോൾ ഒരു മിനുസപ്പെട്ടിരിക്കും, ഒരു തെന്നിപ്പോകുന്ന ഒരു ഫീലാണ്. പിന്നെ നമ്മൾ മിററിലും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിലും ഇൻഡിക്കേറ്ററിലൊന്നും ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം രാത്രിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ വെട്ടം കുറേ ഒരു ചാൻസ് ഉണ്ട് ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. കണ്ണാടിയിലും ചേർത്തില്ല കേട്ടോ, കണ്ണാടിയിലും തേച്ച് കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് നമ്മൾ കണ്ണാടിയിലും ഹെഡ്ലൈറ്റിലും ഒഴിച്ച് ബാക്കി എല്ലാ പോർഷനിലും തേച്ചിട്ടുണ്ട്. ടയറൊക്കെ കണ്ട പുത്തൻ കണക്കിരിക്കുവാണ്. ടയറിലൊക്കെ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പ്ലാസ്റ്റിക് പാർട്ട്, ഫൈബർ പാർട്ട്, മെറ്റൽ പാർട്ട്, അതുപോലെ റബ്ബർ എല്ലാ പോർഷനിലും നമ്മുടെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. ഒരു കുഴപ്പമില്ല, അടിപൊളി, സൂപ്പർ. നമുക്കിതൊന്നും ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് തുടച്ചതിന് ശേഷം ഉള്ള ലുക്കൂടെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ 2 വീലേഴ്സൊക്കെ സർവീസ് സെൻ്ററിൽ കൊണ്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഏകദേശം 100-150 രൂപ ചിലവാവുകയാണ്. നമുക്ക് ഒരു മണിക്കൂർ വണ്ടിക്ക് വേണ്ടി ചിലവഴിക്കാം. ഒരു 25 രൂപയും വണ്ടിക്ക് വേണ്ടി ചിലവഴിക്കാമെങ്കിൽ നമ്മുടെ വണ്ടി ഡീറ്റെയിൽ ആയിട്ട് കഴുകി കുട്ടപ്പനാക്കി ഷോറൂം കണ്ടീഷൻ ആക്കണ ഒരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിച്ചത്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് കഴുകി കുട്ടപ്പനാക്കി പോളിഷ് ചെയ്തപ്പം സൂപ്പറായി കേട്ടോ വണ്ടി. 10 കൊല്ലം വഴക്കമുള്ള വണ്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പറയത്ത് പോലുമില്ല, അമ്മാതിരി ചേഞ്ച് ആയിപ്പോൾ വണ്ടി. ഒരു രക്ഷയില്ലാത്ത പ്രോഡക്റ്റ്. നിങ്ങൾ മാക്സിമം വണ്ടി ഒന്ന് വാഷ് ചെയ്യുമ്പം ജസ്റ്റ് 20 രൂപ മുടക്കുവാണെങ്കിൽ കൂടി തന്നെ നല്ല രീതിയിൽ വണ്ടി പുത്തൻ കണക്കാക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് പൊടി അടിച്ച് വിട്ടാൽ കൂടി തന്നെ മതി. സൂപ്പർ, ഒന്നും പറയില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാക്സിമം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒരു പുതിയ സ്ഥലവും പുതിയ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീസോൺ വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. അതുവരേക്കും ശ്രീസോൺ സൈനിങ് ഓഫ്.